മഴ പെയ്ത് മുറ്റം മുഴുവൻ വെള്ളമായിട്ട്. അപ്പോൾ റിക്കിയും പോപ്പും കൂടി വെള്ളത്തിലൊക്കെ സൈക്കിൾ കൊണ്ട് നടക്കണേ. അപ്പോൾ എന്തായാലും മഴ പെയ്തല്ലേ, എന്നിട്ട് പാടമൊക്കെ നിറഞ്ഞിട്ട് മീൻ പിടിക്കാന്ന് പറഞ്ഞ് ഞാൻ വലയിടാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോഴാണ് റിക്കിക്കും പോപ്പിനും ചരുവത്തിൽ കയറാൻ ബോട്ടിൽ പോണ പോലെ പോകണമെന്ന്. ഞാൻ ആദ്യം റിക്കിനെ കയറ്റി റൗണ്ട് അടിച്ച് പകുതിയായപ്പോഴേക്കും അപ്പോൾ എനിക്ക് കയറണപ്പേ, എന്നെ കയറ്റപ്പേ എന്നും പറഞ്ഞ് പോപ്പ് ബഹളമായി. അങ്ങനെ പിന്നെ റിക്കിനെ കൊണ്ടുവന്ന് കരയെ കയറ്റി സാധനം കൊണ്ടുവന്ന് അടുപ്പിച്ചപ്പോൾ റിക്കി ഒരു കണക്കിന് റിക്കി കയറി കഴിഞ്ഞിട്ട് നമ്മുടെ കഥാനായകൻ പോപ്പ് ഇറങ്ങിയിട്ടാ. പോപ്പ് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ പോപ്പിന് തന്നെ ഓടിക്കണം, അപ്പം കൈവിടുന്നുള്ള സീൻ. വിടുവാ, മുങ്ങിപ്പോകല്ലേ, പറഞ്ഞ അനുസരിക്കണ്ടേ. അങ്ങനെ പോപ്പിനെയും കയറ്റി കൊണ്ട് പോകണം നമ്മുടെ ബോട്ട്. അങ്ങനെ പോപ്പിനെ കയറ്റി കൊണ്ട് പോപ്പ് തുഴഞ്ഞു പോയണേ. അങ്ങനെ പോപ്പിനെ കയറ്റി അവിടെ ചെന്ന് കുറച്ച് കഴിഞ്ഞ് പോപ്പിനെ റൗണ്ടൊക്കെ അടിച്ച് തിരിച്ചു കൊണ്ടു. പോപ്പിന് മതിയായിട്ടില്ല. അത് കഴിഞ്ഞ് വാലന്റിനോ വന്ന് കയറാൻ വേണ്ടി. അപ്പോൾ പോപ്പിനും വാലന്റിനും കൂടി ഒരുമിച്ച് കയറണമെന്ന്. പോപ്പ് കയറിയപ്പോൾ തന്നെ ഈ ചരുവം മുങ്ങാറായി. അപ്പോൾ വാലന്റിൻ്റെ കൂടെ പോപ്പിനെ കയറ്റില്ലെന്ന് പോപ്പ് കരയിൽ കിടന്ന് ബഹളം കരച്ചിലും പ്രശ്നവും. ഇതൊക്കെ വാലന്റിനും അറിയണ്ട. അവനത് ഞാൻ നൈസായിട്ടിട്ട് ഒന്ന് ബോട്ട പോലെയൊക്കെ ഒന്ന് കറക്കി കുറച്ച് നേരം വെള്ളത്തിലേക്ക് കളിച്ച്. അവൻ ചെറുതായതുകൊണ്ട് പിന്നെ മുങ്ങിയൊന്നും പോലെ, പക്ഷെ ഇവന്മാരെ കൈവിടാൻ പറ്റിയില്ല. അങ്ങനെ കുറച്ച് നേരം കളിച്ചതേ കയറി. പോപ്പിൻ്റെ കരച്ചിൽ ഇപ്പോഴും മാറിയിട്ടില്ല കേട്ടോ. പോപ്പ് ഇപ്പോഴും പ്രശ്നത്തിരിക്കണ്ട. അപ്പം ഇനി അടുത്ത് വിടണം. ബായ്.